ഇന്നത്തെ വീഡിയോയിൽ ഫോട്ടോഷോപ്പ് 2022 വെർഷനിലെ പുതിയ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറാക്കി എടുക്കുന്നത്. 2021 വെർഷനിലും ഇത് ഓപ്ഷൻ ഉണ്ടെങ്കിലും അതിനേക്കാൾ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് 2022 നമുക്ക് ലഭ്യമാണ്. നമുക്കൊരു സാമ്പിൾ ചെയ്ത് നോക്കാം. അതിനായിട്ട് ഫിൽറ്ററിൽ ന്യൂറൽ ഫിൽറ്റർ സെലക്ട് ചെയ്യുക. ഇതിൻ്റെ അകത്തുള്ള കളറൈസ് സെലക്ട് ചെയ്യുക. ഇപ്പം നമ്മളിവിടെ ഗ്രേ സ്കെയിൽ ഇമേജ് ഇവിടെ കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് പല രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇവിടെ കാണിച്ചിട്ടുണ്ട് കറണ്ട് ലെയർ, ന്യൂ ലെയർ, മാസ്ക്ഡ്, സ്മാർട്ട് ഫിൽറ്റർ, ന്യൂ ഡോക്യുമെൻറ്റ്. ഇത്രയും രീതിയിൽ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. ഇവിടെ ഔട്ട്പുട്ട് ആസ് ന്യൂ കളർ ലെയർ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഓക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു കളർ ലെയർ ആയിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. നമുക്കിനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഓരോ ഭാഗത്ത് വേണമെങ്കിലും കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. രണ്ടാമത്തെ ഫീച്ചർ ലാൻഡ്സ്കേപ്പ് മിക്സർ. ഇതിനായിട്ട് നമുക്ക് ഫിൽറ്ററിൽ ന്യൂറൽ ഫിൽറ്ററിൽ ലാൻഡ്സ്കേപ്പ് മിക്സർ സെലക്ട് ചെയ്യും. ഇവിടെ ഇപ്പം കുറേ പ്രീസെറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കത് സെലക്ട് ചെയ്ത് നോക്കാം. മൂന്നാമത്തേത് ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂള്. ഇത് വെച്ച് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഇമേജിൻ്റെ അകത്തുള്ള എല്ലാ സബ്ജക്റ്റും സെപ്പറേറ്റ് സെലക്ട് ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ്. ഇതിനായിട്ട് നമുക്ക് ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂള് സെലക്ട് ചെയ്യാം. നമ്മളിവിടെ ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂള് എടുക്കുമ്പോൾ തന്നെ ടോപ്പിലുള്ള ഈ റിഫ്രഷ് ബട്ടൺ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഒബ്ജക്റ്റ് ഫൈൻഡർ എന്നുള്ളത് ടിക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അത് ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഇത് ചെക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ ഇവിടെ റിഫ്രഷ് ബട്ടൺ കറക്കം നിന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓരോ ഒബ്ജക്റ്റും സെലക്ട് ആയിട്ടുണ്ട്. നമ്മളിവിടെ ഈ ഓട്ടോ റിഫ്രഷ് ഓൺ ആക്കിയിട്ടെങ്കിൽ മാത്രമേ ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂള് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് റിഫ്രഷ് ആവുകയുള്ളൂ. ഇവിടെ ഈ താഴെയുള്ള കളർ നമുക്ക് മാറ്റി സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴുള്ള കളറ് നമുക്ക് മാറ്റാൻ സാധിക്കും. ഇവിടെ ഈ റിഫ്രഷ് ബട്ടൻ്റെ അടുത്തുള്ള ബട്ടൺ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഇമേജിൻ്റെ അകത്തുള്ള എല്ലാ ഒബ്ജക്റ്റും ഒന്നിച്ച് സെലക്ട് ആവുന്നത് കാണാം. മൗസ് പോയിൻ്റർ ഓരോ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ചെല്ലുമ്പോഴും അതിൻ്റെ സെലക്ഷൻ കളർ മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ സെലക്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് വരും. നമ്മൾ അടുത്ത ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ സെലക്ഷൻ ആ ഒബ്ജക്റ്റിലേക്ക് മാറുന്നതായിരിക്കും. നമ്മൾ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് പിടിച്ചതിന് ശേഷം അടുത്ത ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ രണ്ടും കൂടെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നാലാമത്തെ ഫീച്ചർ നമുക്ക് ഇല്ലുസ്ട്രേറ്ററിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ അകത്ത് എത്ര ലെയർ ഉണ്ടോ അത്രയും ലെയറായിട്ട് തന്നെ നമുക്ക് ഫോട്ടോഷോപ്പിലേക്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ കോറിൽ വരച്ചൊരു ഇമേജ് കോപ്പി ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഫോട്ടോഷോപ്പിൽ ഒന്ന് പേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ചെറിയൊരു വിൻഡോ കാണിക്കും. ലെയർ, സ്മാർട്ട് ഒബ്ജക്റ്റ്, പിക്സൽ, പാത്ത്, ഷേപ്പ് ലെയർ. പഴയ വേർഷനിൽ നമുക്ക് ഈ ലെയർ ഒഴികെ ബാക്കിയുള്ള എല്ലാ ഓപ്ഷനുകളും ഉണ്ടായിരുന്നു. നമുക്കിവിടെ ലെയർ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കാം. നമുക്കിവിടെ ലെയറിൽ വന്നു കഴിയുമ്പോൾ കാണാം ലെയർ 2 എന്ന് പറഞ്ഞൊരു ഫോൾഡറായിട്ട് വന്നിട്ടുണ്ട്. ആ ഫോൾഡറിനുള്ളിലായിട്ട് ധാരാളം പാത്തുകളും വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ അകത്ത് ഓരോന്ന് വേണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് കളർ ചേഞ്ച് ചെയ്യുക എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ്. അഞ്ചാമത്തെ ഓപ്ഷനാണ് ഹാർമോണൈസേഷൻ. ഇത് വെച്ച് നമുക്ക് ഒരു ഇമേജിൻ്റെ അകത്തേക്ക് പ്ലേസ് ചെയ്ത് വയ്ക്കുന്ന മറ്റൊരു ഇമേജിൻ്റെ ടോണും പഴയ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്ന ഇമേജിൻ്റെ അതേ ടോണിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഒരു പ്ലെയിൻ്റെ ഒരു പടം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഫിൽറ്ററിൽ ന്യൂറൽ ഫിൽറ്ററിൻ്റെ അകത്ത് പോയിട്ട് ഹാർമോണൈസേഷൻ സെലക്ട് ചെയ്യാം.
അതിനുശേഷം ഇവിടെ സെലക്ട് ലെയർ എന്നുള്ളിടത്ത് നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ലെയർ സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ കാണാം പ്ലെയിനും ബാക്ക്ഗ്രൗണ്ട് ലെയറിൻ്റെ അതേ ടോൺ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്.